ബിയോ 30 സബ് ഉണ്ട്. ഫാം സെറ്റ് ആക്കണില്ലേ? ഫാം സെറ്റ് ആക്കണം. മേനോണാരാ മറ്റോനല്ലേ? ആ അത് ക്രേസി. നമ്മളെന്തൊരു സാധാ കാര്യങ്ങൾ സംസാരിച്ചിരിക്കട്ടോ. ഞാന് ഓക്കെ. വെയിറ്റ് ഞാൻ കുറച്ച് പൈസ എടുക്കട്ടെ. എടാ നീ എവിടെടാ? അഭിനയിച്ചു ഷെഫിനെവിടെ? നീ ഞാൻ കുറച്ചറിയില്ല, എന്നെ കാണാനില്ലല്ലോ. ബേസ് കിട്ടിയതുകൊണ്ട് ബേസ് കിട്ടിയതുകൊണ്ട് ഷെഫിനെ 30 സബ്. പൈസ ടിപിക്ക് ഉറപ്പാ? വലിയ പൈസ? നോക്കട്ടെ നോക്കട്ടെ. ആ നോക്ക്. എന്നെ ഡീപ് ആ വലിയ പൈസ ആണെങ്കിൽ സെറ്റ് ആവും. അവിടെ ലൂട്ടൊക്കെ എടുത്തിട്ട് പൊട്ടിച്ചാൽ മതി കേട്ടാ. ഗ്രീഫ് ചെയ്താണ്. ആരും കൊണ്ടോ ബേസില്? അറിയില്ല, ഞാൻ പോയോക്കട്ടെ. അടിയിലാ പോണേ, നോക്കട്ടെ. ഞാൻ ചത്തിട്ട് ഐറ്റംസ് വീടും കുഴപ്പമൊന്നുമില്ല. ഉള്ളിക്കെത്തിയാ വിളിക്ക്. പൈസ ആണെങ്കി വിളിക്ക്. ബെഡ്റോക്കിലെ പോയോക്കട്ടെ ഫസ്റ്റ്. നേരെ അടിയിലാവണമെന്നില്ലല്ലോ. ഓക്കെ. പോയാ മതി. ഇവിടെ കിട്ടിയാ പറ. പ്ലേയേഴ്സ് വന്നിക്കണേ, അതുകൊണ്ട് അടിയിലേക്ക് പോയേക്കണേ. ഇല്ലേ കൊറേ പേരുണ്ടോ? ആൾക്കാരുണ്ടോ? ഇല്ല 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 തോന്നുന്നു. അവിടെ നിക്ക്. ആരാ ഡിസിയിലോ? DC വരില്ലല്ലോ. ഞാൻ ലോക്കാക്കട്ടെ DC ലോക്കാക്കട്ടെ. ഇവിടെ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാം. 2 ക്ലച്ചിലെ കാണും. മേലെ എന്റെ ഇതുണ്ടോ? നൈറ്റ് വിഷൻ ഇൻവിസിബിൾ ഉണ്ടോ? നൈറ്റ് വിഷൻ ഇൻവിസിബിൾ ഉണ്ടോ? ഇല്ല. നൈറ്റ് വിഷൻ മറ്റേ enemy അടിച്ചാൽ മതി. ഇൻവിസിബിൾ ഒത്തില്ലെങ്കിൽ എച്ചിലുണ്ടോ? എന്നിട്ട് മേടിച്ചിട്ട് ഹെൽമെറ്റ് ഊരിട്ട് മേലെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ട്രിപ്പിൾ ഇട്ടാൽ മതി. ഇൻവിസിബിൾ അവിടെ അപ്പൊ കാണാൻ ഇൻവിസിബിൾ എച്ചിലുണ്ടാവും നോക്കിയൊക്കെ. ശരിയില്ല. അല്ലാണ്ട് നോക്കി നോക്കിച്ചോ. വർക്കായിരിക്കും ഭാഗ്യമുണ്ടെങ്കിൽ. എന്നിട്ട് മറ്റേ ഷെഫിനെ ബെഡ്റോക്ക് എത്തിയോ? ബെഡ്റോക്ക് എത്തി. ഞാൻ നോക്കിയോട്ടെ ഒന്നുകൂടെ. ഇപ്പൊ എന്താ ബേസ് ഉണ്ട് എന്താ പറയാൻ കാരണം? എന്താ പൈസാട്ട് എന്തെങ്കിലും ഉണ്ടോ? പൈച്ചാർട്ടിൽ എൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് ദൂരത്ത്. ഷൾക്കർ ചെസ്റ്റ് ഒക്കെ ഉണ്ടോ നോക്കി. എൻട്ര ചെസ്റ്റ് ചിലപ്പോ ഫൈറ്റ് നടന്നിട്ടല്ലോ ഇനി വെച്ചതാണെങ്കിലും നോക്കി നോക്ക്. പൈസ ആണേ പറ. ഞങ്ങ പറഞ്ഞ പെയിന്റ് ചെയ്യാം. പെയിന്റ് ചെയ്യാൻ പറഞ്ഞ കൂടെ. ഷെഫിനെ പൈസ ആണോ? റീപീറ്റ് ഉണ്ട്. പൈച്ചാർട്ട് എങ്ങനെയായിരുന്നു ഓപ്പൺ ആക്കാൻ? ഞാൻ മറന്നതല്ലേ. ഞാൻ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടില്ല. F3 1 ഷെഫിനെ 2 എലിമിനേറ്റ് എടുത്ത് വെച്ചോ. 32 സബ്ബാക്കി. എന്തോ ഓക്കെ പോലെ ഞാൻ കണ്ടുപിടിച്ചു. ഷെഫിനെ 10 സബ്ബാക്കിയേ. അടാ ഞാനും എത്ര 3 ആക്കിണ്ട്. 3 4 ഉണ്ട്. 4ാമത്തെ അക്കൗണ്ട് ഉണ്ടാക്കിണ്ട്. അപ്പോഴാണ് ഇപ്പൊ വരാം. 3 ആക്കിണ്ട്. 32 സബ്ബായി. എടാ ഇതെങ്ങനെ മാറ്റാ? ഇതിൽ തന്നെ പലതാക്കാൻ പറ്റൂല. ഇപ്പൊ എന്റെ ഇപ്പൊ വേറെ റെൻഡർ ടിക്ക് അങ്ങനത്തെ സാധനം കാട്ടും. ഞാൻ പറഞ്ഞുതരാം, അതേപോലെ ചെയ്യേ. ടിക്കിന്റെ അപ്പുറത്തെ നമ്പർ വെക്ക്. ടിക്കിന്റെ അപ്പുറത്തതോ? അങ്ങനെ കറക്റ്റ് കീ പറഞ്ഞാ അതിനാ ഫോണിലാ. ഇപ്പൊ ഒരു കീ അങ്ങനെ സെറ്റ് ആക്കണം. മറ്റേ ലോഞ്ചർ ആക്കണ്ട പറഞ്ഞേ. അങ്ങനെ പറഞ്ഞൂടാ.
ഇനിയിപ്പോ എന്താ ബേസ് കണ്ടുപിടിക്കണ ഒരു വീഡിയോ ഓഫ് ആക്കിട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് വീഡിയോ ഓണക്കുമ്പോ അത് നടക്കൂല. ഞാൻ ഓണാക്കി വെച്ചിരിക്കുക വീഡിയോ. ആ വോയിസ് ഇടണ്ടോ മറ്റേ എന്തെങ്കിലും സോങ്ങാ അല്ലെങ്കിൽ ടൂ ആ ടൂൺ ഇട്ടിട്ട് അങ്ങോട്ട് ഇതാക്കിക്കോ കുറച്ച് സ്പീഡ് ആക്കിട്ട്. എന്നാലും ഇത് എവിടെയാണ് ബേസ് ഉണ്ടോ ഇവിടെ ചെസ്റ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലട്ടാ. ഞാൻ എത്ര വട്ടം മുങ്ങിയുണ്ട്. കാരണം ആൾക്കാർ ചിലപ്പോ ഫൈറ്റ് ചെയ്ത് പോകുമ്പോൾ അടിക്കൊക്കെ പോകും. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എൻട്രി ചെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ചില സമയത്ത് നമ്മൾ ചത്തടിച്ച് നിൽക്കുമ്പോ കേവിന്റെ ഉള്ളിലോ അപ്പൊ ഐറ്റംസ് എടുക്കാൻ വല്ലതും ഷോപ്പിൽ നിന്ന് മേടിച്ച് വെച്ചത് എൻട്രി ചെസ്റ്റ് ഷൾക്കർ ബോസാ ചെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും നോക്കിയേ. അടേ അടേ ഇതിന്റെ ആവശ്യമില്ല കേട്ടാ. എന്തോ ഞാൻ എന്താ മേലെ കണ്ടു മൈൻ ഷാഫ്റ്റ് ആണ് എന്താ എന്തുണ്ട് എന്താ വില്ലേജസ് ആണെന്ന് ബാബാ മേലക്കോ ചെറുക്കേസുണ്ടോ എന്റെ ക്രിസ്റ്റലിലോട്ടെ നീ എന്റെ പൊട്ടിക്കൊന്ന് പറയട്ടാ. മൂട്ടിട്ട് പൊട്ടിക്കൊന്ന് പറയട്ടാ. എടാ ഓക്കെ റെയ്ഡ് ഓണായി ഇല്ലേ വില്ലേജസ് റെയ്ഡല്ല. ഞാൻ യോമിനസ് കുടിച്ചിട്ടുണ്ട്. കിട്ടി ഓ കിട്ടി വില്ലേജ് പൊട്ടിക്കല്ലേ ഞാനും വരുന്നു. ഓക്കെ ലാസ്റ്റ് പൊട്ടിക്കല്ല. ഐറ്റംസ് ഒക്കെ ചാമിക്കോ ചെസ്റ്റ് ഒക്കെ ഉണ്ട്. ആ ഒരു ചേക്കാണ് നമുക്ക് വേണ്ട സാധനമാണ്. ബോട്ടാ 5 അയ്യം കിട്ടി. പിങ് എന്താ അവസ്ഥ. ക്ലൗണൊന്നും വലിയ കാര്യമില്ല. എന്റെ കിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ സുഖമായിട്ട് വന്നേനെ. എന്റെ പക്ഷെ കിറ്റ് സെറ്റല്ല. എന്റെ മെയ്സ് ഒക്കെ കയ്യിലുണ്ട്. 3 ഡോട്ടുണ്ട് 3-4 ഡോട്ട്. കൊറേ നാളെ ഓങ്ങി വെച്ചിരുന്നു. നമ്മള് ബേസ് പൊട്ടിക്കുമ്പോ അവനുണ്ടായിരുന്നു. ഗിയറപ്പല്ല ഫുള്ള് ഗിയറല്ലോ. എന്റെ ബേസ് പൊട്ടിച്ചതാ എന്റെ മുമ്പിൽ വെച്ചിട്ട്. കണ്ടിട്ടുണ്ട്. എന്താ ഇവിടെ എന്തോ മുന്നിൽ നിന്ന് ഓട്ടിക്കാൻ ബേസ്. ഇത് കെൽപ്പ് ഫാം ബോൺബിട്ട് ക്രേസി വരുന്നുണ്ട് കേട്ടോ. ഞാൻ പൊട്ടിക്ക് തുടങ്ങി. ഞാൻ കേറിക്കൊണ്ടിരിക്കും. ഈ ഗെയിമിലില്ലേ എല്ലാ ചാമ്പിക്കോ എന്തിനാണ് വെറുതെ കളയണ. എല്ലാം എടുത്തോ വേണ്ടാത്തൊക്കെ എല്ലാം എടുത്തോ സെയിൽ ചെയ്തോ ഒക്കെ എടുക്കാം. ചാമ്പിക്കോ എന്റെ ആൾക്കാർ നീ കണ്ടല്ലേ ചെയ്യാ. ഇനി എന്താ അവിടെ ഇവൻ പൊട്ടിച്ചു തുടങ്ങിട്ടാ ശിവ വന്നോ. ഇവിടെ എന്താ ഷെഫിനെ സോക്സോ പ്രവീൺ അറിയത്തില്ലേ നിനക്ക്? അയ്യോ നമ്മുടെ ബേസിൽ ഇവിടെ എതിരായിരുന്നു എക്കണോമിയില് നമ്മുടെ ബേസ് കണ്ടുപിടിച്ച് വന്നു. ഇവിടെ ഞാൻ മറ്റേ ഫാമിലടന്ന് ഷെഫിനെ ഇപ്പൊ എന്താ ചെയ്യാൻ? ഞാൻ മറ്റേ ക്രീപ്പർ എനിക്ക് ഹോമില്ല. നമ്മുടെ ഫാമില് ഹോമില്ല നിനക്ക്? അവിടെ സൈനിൽ എഴുതി വെക്കട്ടെ. നമ്മള് 3 പേര് പേര് എഴുതി വെക്കാം. 3 പേര് എഴുതി വെക്കാം. ഗ്രീഫഡ് ബൈ ഇത് വെച്ചോ. വില്ലേജസിനൊക്കെ കൊല്ലണ.
നിക്ക് വെയിറ്റ് ആക്ക്. വെയിറ്റ് ആക്ക്. ആ നമ്മുടെ ഫാമില് നിനക്ക് ഹോമില്ലേ? ഉണ്ട്. എന്നാ ഞാൻ ക്രീപ്പർ ഫാമിൽ ഹോം സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്രീപ്പർ ഫാം ഉണ്ടോ? അത് ഇബലെ തന്നെ ഞാൻ കാർട്ട് പ്ലെയറാ. ഇബലെ ഞാൻ കാർട്ട് പ്ലെയറാ. പക്ഷെ ക്രിസ്റ്റൽ PvP കാർട്ട് പ്ലെയർ ആയിട്ട് എന്തൊക്കെ ചാനലിംഗ്, ബ്രേക്കിംഗ്, സിൽ ടച്ച്, ഫയർ അസ്പെക്ട്, പവർ 5 എല്ലാം ഉണ്ടല്ലോ. ഷാർപ്നസ് അവിടെ എല്ലാം ഉണ്ട്. അവിടെ ലെഞ്ച് 3 ഞാൻ ഒരു 10 മേടിച്ചു വെച്ചാൽ ലെഞ്ച് 3 ഇതാരാ വേറെ ആള്? ആ ഊഗീനെ ഞാൻ അന്നേ ഊങ്ങി വെച്ചാ സൈൻ ബോർഡ് ഫുഡ് ഉണ്ട് ആരെങ്കിലും എടുത്തും. എന്റെ കുട്ടിയില് മാറുന്ന ഞാൻ പൊട്ടിക്കാണ്. പൊട്ടിക്കല് ആ എന്നാ പൊട്ടിച്ചോലെ. എന്തായാലും ഞാൻ വില്ലേജേഴ്സിനെ കൊല്ലട്ടെ. സാറ്റിസ്ഫാക്ഷനെ കൊല്ലുമ്പോ സ്വന്തം മീസിന്റെ കൊല്ലാണ്ടില്ലേ. ഒക്കിനും കൊന്നു. എല്ലാത്തിനും കൊല്ലുന്ന ആ ഞാൻ കൊല്ലും. എടുത്ത സൈൻ ബോർഡ് ഒപ്പിക്കും. അല്ല അങ്ങനെ കൊല്ലില്ല. എനിക്ക് വേറെ വഴിയുണ്ട്. അങ്ങനെ കൊല്ലുമ്പോ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാ. ഞാൻ ചെയ്യണ പോലെ വെയിറ്റ് ആക്കി തുറന്നുവിടും. ആദ്യം തുറന്നുവിടും. അത് എന്റെ മെയ്സ് ഉണ്ട്. മെയ്സ് ചെയ്യണം. റെക്കോർഡ് മെയ്സ് റെക്കോർഡ് വൈബാവട്ടെ. ബോക്സ് ആണോ ഇങ്ങോട്ടോ പിന്നെ ജ്യൂസ് ബോക്സ് ആണോ? അത് കാര്യമില്ല. ഒരു ഡയമണ്ട് ഉണ്ടാക്കാം. വേണമെങ്കിൽ എടുക്കാം. മറ്റേ ബ്രീഡറിന്റെ ഉണ്ട്. ബ്രീഡറിന്റെ കുറെ വില്ലേജസ് ഉണ്ടായിരുന്നല്ലോ. ആ ഭാഗം ഇവിടെ ഏത് ഭാഗം? ഇങ്ങോട്ടോ ഇവിടെ ഇങ്ങോട്ടോ. ആ തുറന്നിട്ട് യെസ് ഇതാണ് വേണ്ടത്. കടയിൽ സ്പിയർ ഉണ്ടാവോ? ചാനലിലൊക്കെ എഴുതി വെച്ചേക്കുന്നു. സൈൻ ബോർഡിൽ എന്റെ പേര് എഴുതിയേക്കണം. എന്റെ ചാനലിന്റെ പേര്. വീഡിയോ ലിക്ക് കാണാലോ. ശേഷം വീഡിയോ സ്വീറ്റ്സോട്ടെ. പിന്നെ മറ്റേ പനി നിൽക്കണം. രണ്ട് ക്രിസ്റ്റൽ വെച്ചിട്ട് അതിന്റെ നടുക്ക് അത് ചെയ്യാൻ എന്താ എവിടെ പൊട്ടിക്കോ. ഓ ഞാൻ നോക്കുമ്പോ ഒരു കുഴി. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു 46 ചാർജ് കിട്ടി. അതാണ് തോന്നുന്നത്. ഓ എന്തോരം ബ്ലോക്ക് ഉണ്ട്. വേണമെങ്കിൽ ഇത് കുറച്ച് സെല്ലാക്കിക്കോ. സെല്ലടിച്ചോ. ഞാൻ നിൽക്കണത്ത് അടിക്ക് പോയി ചെയ്തേ. അതെ തന്നെ അവിടെ ഉണ്ടെന്തോ. ഈ ഭാഗത്തൊരു കാര്യമില്ല. ഓ എത്ര പൊട്ടാറ്റൊക്കെ നല്ല വിലയല്ലേ. ഞാൻ നോക്കട്ടെ. സൈൻ ബോർഡ് ആയോ? എന്റെ സൈൻ ബോർഡ് ഇല്ല. വുഡ് എന്റെ ഇല്ല. 5 കിട്ടിയുള്ളൂ. ആക്സൈറ്റ് പൊട്ടി. ആ സൈൻ ഉണ്ടോ? എന്റെ പേര് എഴുതി കിട്ടാ. ഞാൻ എന്റെ പേര് എഴുതി. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ എഴുതി വെച്ചോ. ഒരു സൈൻ ബോർഡ് ഇട്ട് എന്റെയും കൂടി എഴുതിയൊക്കെ. സൈൻ ബോർഡ് ഇവിടെ ഉണ്ട്. സൈൻ ബോർഡ് വില്ലേജറിലിരിക്കും. എടി ഇതിലൊന്നും ഒന്നും ഇല്ലടാ. ഞാൻ നേരത്തെ ഇട്ടുണ്ടായിരുന്നു. എന്റെ ഒരു ബൗണ്ടി പോയി. എത്ര രൂപ? 1 രൂപ. ഷെഫിനിട്ട് കൊറേ ഉണ്ട്. പിങ്ങടാ. നല്ല പിങ്. എനിക്ക് നല്ല പിങ് അടിക്കണേ. എന്താ അവസ്ഥ? കിട്ടുമോ? ഓക്കെ 10K. അങ്ങനെ കൊല്ലില്ലേ. എനിക്ക് മെയ്സ് ചെയ്ത് കൊല്ലാനുള്ളതോ? അങ്ങനെ കൊല്ലേക്ക് മെയ്സ് ചെയ്ത് കൊല്ലാണ്ട് ഞാൻ തുറന്നിട്ടേ. ഇവിടെ ഉണ്ടല്ലോ കുറച്ച്. ഇതിനെ മെയ്സ് ചെയ്ത്
ഒരു മ്യൂസിക് ബിസ്കറ്റ് എല്ലാം എടുത്ത് നോക്കാം. ബെഡൊക്കെ ഉണ്ട്. 25 ടെസ്റ്റ്. എടാ ഒരുത്തൻ ഡി പി ഇടുന്നു. കെവിനെ ഡി പി സെറ്റ് ചെയ്യട്ടെ കൊല്ലുവോ? വേണ്ട വേണ്ട ലാഗാണ് മാറി ഇപ്പൊ ചത്തേരെ വേണ്ട അടുത്ത ഡി പി ഇടുന്നു. ഇതെന്താ ബേസ് റീഫൈലേ പേര് എഴുതിക്കല്ലേ അത്രേ ഉള്ളൂ. എന്റെ പൈസ എന്റെ കൺമുമ്പിച്ചിട്ട് നോക്കേ പാവ എഫക്ട് ഉണ്ടായി. നായനെ കൊന്ന് ഇവിടെ എന്താ കേൾക്കണം തോന്നുന്നു. എവിടെ ഇതൊക്കെ ഉണ്ട്? ഈ സെന്ററിൽ ഒരു വാള് അങ്ങനെ കാണുള്ളൂ അങ്ങനെ കാണുള്ളൂ. അയൺ ഫാമാ കുറച്ച് അയണയുണ്ട്. ഇവിടെ അയൺ ഫാം ഇവിടെ. എന്താ എനിക്ക് ടി പി ആ നീ ആയിട്ട് കൊറേ ഉണ്ടടാ ഇവിടെ. കൊറേ ഉണ്ടല്ലോ ഇവിടെ. ഒരു വില്ലേജർ നീ മേടിക്കണ്ട. റൈഡ് വാങ്ങിണ്ടാവില്ലേ? സെന്ററിൽ ഒരു വലിയ മാലുണ്ടാക്കിട്ട് അവിടെ ഉണ്ട്. ഇതൊക്കെ വീരുന്നത് ശ്രദ്ധിക്കണ്ട്. അത് പൊട്ടിച്ചോ ഇതും അങ്ങോട്ട് എഴുതി വെച്ചോ. ആരെടുത്തു? എനിക്ക് പക്ഷെ ഒക്കെ എന്റെ ഷിപ്പ് കിട്ടിയ നല്ല ആർമല്ലേ. അവിടെ വെച്ചോ. സൈൻ ബോർഡ് ഉണ്ട്. ഇവിടെ ബാനറൊക്കെ വെച്ചോ കുറച്ച്. നമ്മളെ ടീം അവിടെ വെക്കാമോ? സെന്ററിലൊക്കെ ഇവിടെ ഒരു സാധനം നോക്ക്. ഇങ്ങോട്ട് നോക്ക്. ഒബ്സിഡിയം വെക്കണം നമ്മള് വൈബാ. ഓ കാണില്ലേ? അവിടെ നോക്കിയാലോ. ഇങ്ങോട്ട് നോക്കി. ഫാൻസി ആണോ ഇവിടെ? ഷെഫിൻ സ്റ്റുഡന്റ് ആൻഡ് നിങ്ങളെ പേരൊക്കെ ഞാൻ വൈറ്റിനെയും അടിക്കാക്കിട്ട് ഇത് ആന്റിന്റെ അടിയിൽ കേട്ടോ. ആന്റിന്റെ അടിയിൽ ഇത് എനിക്ക് ജാൻകുമാർ സാറുണ്ട്. ജാൻകുമാർ സാറുണ്ട്. ഞാൻ ഇതാ ഒരു മിനിറ്റ് ചാർജ് അങ്ങോട്ട് ഇട്ടാലാ ക്രിസ്റ്റൽ നമുക്ക്. ഓ 5 കണ്ടിട്ട് സാധനം. ഞാനല്ല വെറും സീൽ ക്രേസി മാത്രമേ എഴുതിക്കണ്ടോ? അത് മതിയില്ലേ? അത് മതിയില്ലേ? ഞാൻ അയ്യോ തോട്ടില്ല. തോട്ട ഞാൻ കഷ്ടപ്പെട്ട് പിന്നെയും വന്ന് ലൂട്ടൊക്കെ എടുത്തത്. പിന്നെയും പോയി. തോട്ട മേടിച്ച് കഴിക്കോട്ടില്ലേ? അതാ ഒന്ന് ബേസിലോട്ട് പോയി നോക്കാന്ന് പറയാ. അത്രേ ഉള്ളൂ. ആർട്ടി പഠിച്ചോ. ഇവിടെ അടുത്ത് തന്നെ. അതും കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോവാ. എനിക്ക് കിട്ടണ സാധനം കിട്ടി. സ്പിയർ എക്സ്ട്രാ ഞാൻ പോവാ. കൊറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂടെ പോണ്ടേ. ഓ ഇത് മൊത്തം ഇതാക്കണ്ട. അതിന്റെ മെയിൻ ഭാഗം മാത്രം ഇട്ടാ മതി. നീ വെക്കോ. എനിക്ക് നോക്കി ഞാൻ പോവാ. ഞാൻ പെട്രോ ചാലേതാ കുഴിയിലുണ്ട്.
അത് ഞാൻ മേലക്ക് എത്തിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്താ. നിങ്ങൾ എവിടെ നിങ്ങളുടെ പേരായിരിക്കും. ഇതിപ്പോ ഇങ്ങനെ ഓഫ് ആക്കുക ആണ്ടി. അതല്ലേ ഞാൻ ചോദിക്കുന്നേ. അയ്യോ മേലക്കോ മേലക്കോ മേലക്ക് 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 ഗ്രീഫ് ആക്കുമ്പോ ഒക്കെ ഗ്രീഫ് ആക്കണം. ഞാൻ പറഞ്ഞേട്ടെ കേൾക്കളോടി. ഫ്ലെക്സ് കയറ അവന്റെ കേസല്ലേ ഗ്രീഫാക്കി. ടോപ്പ് എത്തിയാലും ഞാൻ എല്ലാം സെല്ല് ചെയ്യട്ടെ. എടാ ഷെഫിനെ മറ്റേ ഫാമിൽ ടി പി ആക്കിയാ മതിയോ? ക്രീപ്പർ ഫാമില് ആരെ നേരത്തെ അവിടെ ടി പി ആക്കണേ ഇപ്പൊ ആക്കി തരാം. വേണ്ട വേണ്ട കുറച്ച് ലോങ്ങാ. അത് ഗ്രീഫ് ആക്കുന്നുണ്ടോ? ആ ഗ്രീഫ് ആക്കണ്ട. കുറച്ച് ക്രീപ്പർ ഇത് വേണം. ഗൺ പൗഡർ വേണം. വോയിസ് ലോക്ക് മാറ്റി കേറാൻ പറ്റുന്നില്ല. അവൻ വീസ് ചെയ്ത് ഇറങ്ങി. വോയിസ് ലോക്കിലാണ്. ഞാൻ ലോക്ക് മാറ്റി കൊടുക്കട്ടെ. ആര് ഫ്ലെക്സ് വീസിലുണ്ടല്ലോ. ഇല്ലല്ലോ. ഉണ്ടല്ലോ. ഇല്ല എനിക്കിപ്പോ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ച. അത് ഇതിന്റെ ബഗ്ഗ. അത് നോക്കണ്ട. അതെല്ലാരും അങ്ങനെ തന്നെയാണ്. നേരത്തെ ഞാൻ നോക്കുമ്പോ നമ്മൾ 4 പേരുണ്ടായിരുന്നു. ഇല്ലല്ലോ ഇവൻ വി സിയിലുണ്ടല്ലോ. പിന്നെന്ത് എന്നാലും മാറ്റി കൊടുക്ക. അൺലോക്ക് അവരിപ്പോ പോയെന്ന് തോന്നുന്നു. ആരും പോയിട്ടില്ല. പോയി അവൻ പോയി. അനക്ക് ബഗ്ഗേക്ക അല്ല പോയി നോക്കി നോക്കി. ആ ഇപ്പൊ പോയി ഇപ്പൊ പോയി ഇപ്പൊ പോയി. നീ ലോക്ക് മാറ്റി കൊടുക്ക. നിന്നെ ഞാൻ ഓണർ ആക്കി തരാം. നീ ഒന്ന് മാറ്റി. പിന്നെ ആക്കണ്ട. എന്നാ ട്രിയോ വീസിയോ അതാന്ന് തോന്നുന്നല്ലേ. ഇത് മാറ്റാൻ പറ്റുന്നില്ല. ബഗ്ഗായി. ഞാൻ റൈഡ് ഫാം കൂടി പോട്ടെ. നീ അങ്ങോട്ട് പോക്കോ. ട്രിയോ വീസിയോ 42,690. മറ്റേ എത്ര? ഹലോ ചെറുതിനെ ആ ആ ആ 8,000. വീട്ടിലെത്തിയോ? സംഭവം ലോക്ക് ഇട്ടോട്ട് കയറാൻ പറ്റില്ല. ഞാൻ ഇടക്കിടക്ക് ഡി സി ഇങ്ങനെ പോയക്കണ പ്രശ്നമുണ്ട്. നീ എവിടെ? ആര് ഞാൻ താഴെ ബേസിൽ ആരുടെ? നേരത്തെ ഗ്രീഫാക്കി. ആ മറ്റോനാ? എങ്ങനെയാണ് ഞാൻ അവിടെ ഉള്ളത്? ഞാൻ 2 വില്ലേജിനെ കൊന്നു കേട്ടോ. പിന്നെ ഒരു അയൻകൊളത്തിനെ കൊന്നു. അതായിരുന്നു എന്റെ മേലെ വില്ലേജ് ആണ്. വില്ലേജ് ടോട്ടം കൈ പിടിക്കറ. ടോട്ടം കൈ പിടിക്ക്. കൊല്ലാനാ നായിക്ക്. എല്ലാം ടോട്ടം കൈ പിടിക്ക്. ഇന്നലെ ഈഗിൾ തന്നെ കൊല്ലുന്നു. അത് കേക്ക് ഗിൽഡ്. അത് 5 എണ്ണം മേടിച്ചോ ഫ്ലെക്സിയെ? ആ ഇന്നലെ എന്നെ കൊലപ്പെടുത്താൻ നോക്കി 2 പേര് കൂട്ടക്കൊല. ഈഗിള് ശേഷം ഞാൻ കൊല്ലി. ഈഗിള് കൊല്ലി. എത്ര ഇന്നലെ 11 മില്യണോ 13. എങ്ങനെയാണ് എനിക്ക് ഇത്ര പൈസ കിട്ടണത്? നമ്മളോടൊന്നും പറയില്ലടാ. ടീമേറ്റ് ആയിട്ട് ഇന്നലെ രാവിലെ 3 മില്യൺ. രാത്രി നോക്കുമ്പോ 11 മില്യൺ. എങ്ങനെ?
എങ്ങനെയാണ് സാധിക്കാൻ മനസ്സിലാവുന്നത്? വയ്യ പറയാ, കുറച്ചുകൂടെ സമ്പാദിക്കട്ടെ എന്നിട്ട് പറഞ്ഞുതരാം. ആടാ ഞാൻ ആരോടും പറയില്ല. അവിടെ കിട്ടി റൈഡ് ഫാം ഇട്ട് ആ ആ TPO അത് പൊട്ടിച്ച്. ഇട്ടുണ്ട്. അപ്പൊ മക്കളെ നിങ്ങളെ റൈഡ് ഫാം ഫുള്ള് ഗ്രീഫ് ആയിട്ടുണ്ട്, ബേസും ഗ്രീഫ് ആക്കിയിട്ടുണ്ട്, ക്രീപ്പർ ഫാമും ഗ്രീഫ് ആക്കിയിട്ടുണ്ട്. ഗുഡ് ലക്ക്. ഡോണ്ട് റിമൂവ് ആർമർ സ്റ്റാൻഡ് ബൈ ഏബൽ. ഓ നമ്മ റിമൂവ് ഒന്നും ചെയ്യില്ല. അയ്യോ സോറി, ഞാൻ ആർമർ സ്റ്റാൻഡിൽ അടിച്ചതാണ്. പറഞ്ഞു ഡോണ്ട് റിമൂവ് ആർമർ സ്റ്റാൻഡ് ബൈ അണ്ടി 234. വാട്ടർ കളയട്ടെ ഇത് റീഫ് ആക്കി ഞാൻ വീഡിയോ അയ്യോ സമയം കിട്ടിയ ഞാൻ ആ വില്ലേജ് കൊണ്ടുവരാം.